വൈകുന്നേരം കുട്ടാട്ട വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കറി വെക്കാനുള്ള ഓരോ തിരക്കിലാണ്. വൈകുന്നേരത്തെ വിളക്ക് വെക്കലും ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അല്ലും മുകളിൽ നിന്ന് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ എല്ലാ മസാലകളും പുരട്ടി ചിക്കൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. വേറൊരു മോഡലിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. കറിയായിട്ടല്ല, ഒരു തിക്ക് ഗ്രേവി മോഡൽ കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ കൂട്ടി മാറ്റി വെച്ചതിന് ശേഷം സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തക്കാളി, കരിവേപ്പില ഇതൊക്കെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കട്ടെ. അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് ഉലുവയും പെരിഞ്ജീരകവും വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഈ വഴറ്റിയെടുത്തത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പാല് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു തിളയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ അല്ലു ബുക്കൊക്കെ എടുത്തിട്ട് കളർ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ അതേ ചൂടാറിയതിന് ശേഷം ഒക്കെ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ആ പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇടുക. എന്നിട്ട് ഈ സമയത്ത് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പും എരിവൊക്കെ നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ പാലൊക്കെ തിളച്ചു സെറ്റായി. ഇനി ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു. പിന്നെ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു കേട്ടോ. അപ്പോഴേക്കും കുട്ടാട്ട അങ്ങാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് പിന്നെ വാങ്ങി വെക്കുക കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. സോറി, പറയാൻ മറന്നുപോയി, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.